ഓ ഭാവിയിലെ മെസ്സിയട്ടാ. ശരിയാ, കറക്റ്റ് കയ്യിൽ കടിച്ചെടുത്തിക്കണ. ഞങ്ങൾ കരഞ്ഞു തീർത്തോ, ഞങ്ങൾ ക്വാർട്ടറിലെത്തി. ഞങ്ങക്ക് 5 ലോകകപ്പ് ഉണ്ട് കേട്ടാ. ഏഴല്ലേ? അത് കപ്പല്ലല്ലോ, ജർമ്മനി നിങ്ങൾക്ക് തന്നല്ലേ. നിങ്ങളേതാ ടീം? ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് ISL അല്ല, ലോകകപ്പാ. ആ റഫറികളോട് ഇവര് കഴിച്ചില്ലായിട്ടോ. ഒന്നും മിണ്ടാതിരിക്കും, എല്ലാ കളിക്കൊരു നിയമമുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിരുന്നോളി. ഈ കപ്പ് എടുക്കുന്നവരെ വരെ കരച്ചിൽ കേൾക്കേണ്ടി വരില്ല. കപ്പ് എടുത്തല്ലേ. കുട്ടിയാണ് എന്റെ ദൈവം, കുട്ടി നല്ലതേ വരൂട്ടോ. അല്ല, എനിക്ക് മനസ്സിലായില്ല. എന്റെ കുട്ടിയുള്ള കാരണം ഞാൻ ജീവിച്ചിരിക്കുന്ന കേട്ടോ. ഞാനോ? ഞാൻ ഇപ്പൊ എന്താ ചെയ്ത്? കുട്ടിയല്ല, എന്റെ ഓപ്പറേഷനുള്ള കാശ് വന്ന് എന്നെ മറന്നോ? ഓപ്പറേഷനുള്ള പൈസ ഇവനും കൊടുക്കേ. ആളും അറിയാതാവും. ആ ഓപ്പറേഷൻ. അച്ഛാപ്പ കുഴപ്പമൊന്നുമില്ലല്ലോ. യാതൊരു കുഴപ്പമില്ല പോലെ. ഇതൊക്കെ ഇപ്പൊ ആ കുട്ടികളെ ബോള് പഞ്ചറായപ്പോ സെല്ലട്ടോ പൊട്ടിച്ചാളല്ലേ. ഒരാളെ സഹായിക്കുന്നത് നിങ്ങൾ 4 ആളോട് പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നന്നല്ല. അച്ഛാ, ഇനി ഇങ്ങനെ 4 ആൾ കൂടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് പറയണമെന്നില്ല. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷാണേ. എന്നാലും എന്റെ കുട്ടീനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ ഒരു കാര്യം ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? മരുന്ന് കഴിക്കണില്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണട്ടോ. സത്യം പറഞ്ഞ 1000 ഉറുപ്പ്യ മരുന്ന് മേടിക്കാൻ കുട്ടീനെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതെല്ലേ? ശരി കേട്ടോ. എന്താല്ലേ പാവം. അയ്യോ, മഴ പെയ്തിട്ടാ. എന്നാ ശരി കേട്ടാ. എടാ, നമ്മൾ അവനെ എത്ര തവണ പിശുക്കനാന്ന് പറഞ്ഞ് കളിയൊക്കെയുണ്ട്. ശരിക്കും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടാ. അയാളുടെ ഓപ്പറേഷനൊക്കെ കഴിച്ചാൽ നമ്മളൊന്നും അറിയാതെ കൊടുത്തില്ലേ. ഇതാണ് പറയണത്, കാരറിയാതെ ഒരാളെ ജഡ്ജ് ചെയ്യരുതെന്നുള്ളത്. ശരിയെന്ന് ഇപ്പൊ മനസ്സിലായിട്ടാ. എന്നാലും ഏതപ്പാ തന്തപ്പിടി? 1000 പോയ പോക്കേ. ഒരുത്തൻ്റെ ഒരു 10 ഉറുപ്പ്യ കിട്ടണ എന്തെല്ലാം പണി ചെയ്യണം. എന്തായാലും ഇന്നത്തെ ചെലവിലൊക്കെ ആയി ഞങ്ങളുടെ മൂഡ്.